പ്രിയപ്പെട്ട ഗർഭാലച്ച, കത്തീഡ്രൽ വികാരിയച്ച, മറ്റ് പ്രിയപ്പെട്ട വൈദികരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, മറ്റ് സഹോദരങ്ങളെ, നമ്മുടെ ആഘോഷമായ പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിനായിട്ട് രൂപതയിലെ മുഴുവൻ അതികുർബാന കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുട്ടികൾക്ക് നേരത്തെ വീട്ടിലെത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ 1-2 നിമിഷങ്ങൾ മാത്രമേ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. നിങ്ങളിരുന്ന് മടുക്കും, സമയം പോകും. അതുകൊണ്ട് നിങ്ങളെ വിശ്രമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന ഒരു വലിയ കർമ്മം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ചാട്ടവാറെടുത്ത് അവിടെ ഉണ്ടായിരുന്നവരെ ഓടിച്ച് ദേവാലയം ശുദ്ധീകരിച്ചു. ആ ശുദ്ധീകരണം കഴിഞ്ഞ് ഈശോ ചെയ്ത ഒരു പ്രധാന കാര്യം, ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയത്തിലേക്ക് ശിശുക്കളെ വിളിച്ച് ആ ശിശുക്കളെ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കട്ടെ എന്ന് പറയണം. നമ്മളെല്ലാവരും അത് സുവിശേഷത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയത്തിലേക്ക് ശിശുക്കളെ വിളിച്ച് ആ ശിശുക്കളെ ദൈവസ്തുതി പാടട്ടെ എന്ന്. ഞാൻ പറഞ്ഞത്, ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയം ശിശുക്കളാണ്, അല്ലെങ്കിൽ ശിശുക്കളെ പോലെ നല്ല ഹൃദയമുള്ള മറ്റു മനുഷ്യരാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ദേവാലയത്തിലെ കുട്ടികളെ അടുത്ത് വിളിച്ചതും അവർ ദൈവസ്തുതി പാടട്ടെ എന്ന് പറഞ്ഞതുമൊക്കെ. ഇന്ന് നമ്മുടെ യുവതിയിലെ എല്ലാ ഇടവകളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഇവിടെ എത്തി കുർബാനയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്ന അവസരങ്ങളാണ്. ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയം കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ദേവാലയവും അതിൻ്റെ പരിസരങ്ങളും അതിൻ്റെ എല്ലാ കോണുകളും നിറയെ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ ഈ കത്തീഡ്രൽ ദേവാലയം ഏറ്റവും നന്നായിട്ട് ശുദ്ധീകരിക്കപ്പെട്ട അവസരം ഇപ്പോഴാണ്. സ്വർഗം ഇവിടേക്ക് ഇറങ്ങി വന്നതുപോലെ ആണ് ഈശോ അതാണല്ലോ പഠിപ്പിച്ചത്. കുഞ്ഞുങ്ങളുടെ മനസ്സ് ദേവാലയ തുല്യമാണ്, ദൈവം പോലെയാണ്. അതുകൊണ്ട് ഈ അവസരം സ്വർഗം ഇവിടെ ഇറങ്ങി വന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്ന ആ സ്ഥിതിവിശേഷമാണ്. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോയ അവസരത്തില് കർത്താവ് അതിന്റെ പിറകെ ചെന്ന് അവരോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാര് കുഞ്ഞുങ്ങളല്ലായിരുന്നു, അവര് മുതിർന്ന പുരുഷന്മാരായിരുന്നു, 40-50 ഒക്കെ വയസ്സുള്ളവരായിരുന്നു. അവരോട് രാത്രി മുഴുവനും അധ്വാനിച്ച് അവരോട് കർത്താവ് ചോദിക്കുന്ന നല്ല ഒരു വാക്കും ഒരു ചോദ്യവുമുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? 50 വയസ്സുള്ള ചേട്ടനെങ്കിലെ കുഞ്ഞെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കർത്താവ് അവരോട് ചോദിച്ചത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അവർ പറഞ്ഞൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് ഉത്തരമൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് കർത്താവ് അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്? ഈശോയുടെ കൂട്ടത്തിൽ നടന്ന്
തിരുവചനം കേട്ട് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഏതാണ്ടൊക്കെ മനസ്സിൽ കൊണ്ടു നടന്ന് അവരിൽ സ്വർഗം ഉണ്ടായിരുന്നു എന്ന് ഈശോയ്ക്കറിയാമായിരുന്നു. അവര് കഠിന ഹൃദയമൊന്നുമല്ലായിരുന്നു. ആ സ്വർഗം അവരിൽ ഉള്ളതുകൊണ്ടാണ് കർത്താവ് അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്. അവര് വെറും കുട്ടികളായിരുന്നത് കൊണ്ടല്ല, കുഞ്ഞുങ്ങളെ പോലെ അവര് കർത്താവിന്റെ ശിഷ്യത്വം ഏറ്റുവാങ്ങിയതിലും സ്വർഗം കൂട്ടത്തില് കൊണ്ടു നടക്കുന്നവരുമാണ്. നിങ്ങളുടെ തിരിച്ച വൈകിട്ട് ഇന്ന് വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളോട് ചോദിക്കും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ പാലായിൽ നിന്ന്? നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? പപ്പ ചോദിക്കും, മമ്മി ചോദിക്കും, വല്യപ്പൻ ചോദിക്കും, വല്യമ്മ ചോദിക്കും, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയാൻ ഇടവരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഇവിടെ ഒന്നിച്ച് എല്ലാവരും കൂടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നുള്ളത്. നിങ്ങളത് പറയണം. നമ്മളിന്ന് സുവിശേഷത്തിൽ കേട്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ആ അപ്പം ഞങ്ങൾക്കും നൽകണമേ. അതാണ് നമ്മൾ സുവിശേഷത്തിൽ കേട്ടത്. അവര് വളരെ ആകാംക്ഷയോടെ കർത്താവിനോട് പറഞ്ഞു, നീയാണ് ജീവനുള്ള ദൈവത്തിന്റെ അപ്പം എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ അപ്പം ഞങ്ങൾക്കും നൽകണമേ. നിങ്ങളുടെ മനസ്സിൽ ഇത് നിറഞ്ഞ് നിൽക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. തിരിച്ച് വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരെ ചോദിക്കുമ്പോൾ ജീവന്റെ അപ്പം ഈശോയെ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാൻ പഠിക്കണം. ജീവന്റെ വചനമായ പരിശുദ്ധ സുവിശേഷം ഞങ്ങൾക്ക് കിട്ടി എന്ന് അവരോട് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും സമാനമായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവന്റെ അപ്പമായ ഈശോയെ കിട്ടി, ജീവന്റെ വചനമായ ബൈബിൾ കിട്ടി, തരക്കേടില്ലാത്ത കാപ്പി സർക്കാരം ഞങ്ങൾക്ക് തന്നു, ഒരുപാട് സുഹൃത്തുക്കളെ ഞങ്ങൾ കണ്ടുമുട്ടി, ഞങ്ങളുടെ യാത്രകൾ നല്ലതായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അന്ന് കർത്താവ് തൻ്റെ മുതിർന്ന ആ പുരുഷന്മാരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അവരെ ആശ്വസിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങളെ അത് വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ കാര്യങ്ങളെല്ലാം പറയാൻ സാധിക്കണം. വീട്ടിൽ കർത്താവ് അവരോട് പറഞ്ഞല്ലോ, വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവിടെയും ആ തിരുവചനം മൂലഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട് ആ വാക്ക് കുഞ്ഞുങ്ങളെ. കുഞ്ഞുങ്ങളെ വീട്ടിൽ ആരാണ് വിളിക്കുന്നത്? വല്യപ്പനും വല്യമ്മയും ഒക്കെയാണ് സാധാരണ. ഒരു വല്യപ്പന്റെ വല്യമ്മയുടെ സ്ഥാനത്തിരുന്ന് കർത്താവ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഈശോ ഒരുക്കിയ ഭക്ഷണം. നമ്മളും അതാണ് പരിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ സഭ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന ആ നല്ല ഭക്ഷണം, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുകയാണ്. അത് വളരെ ഭക്തിപൂർവ്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളൊരു സക്രാരിയില് വിശുദ്ധ കുർബാന വയ്ക്കുന്നത് പോലെയാണ്. 23-ാം ജോൺ മാർപ്പാപ്പ പറഞ്ഞ കാര്യം അതാണ്. ഒരു പിഞ്ചു കുഞ്ഞിന് പരിശുദ്ധ കുർബാന നൽകുമ്പോൾ സക്രാരിയിലെ പരിശുദ്ധ കുർബാന വയ്ക്കുന്നത് പോലെയാണ്. ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയത്തിൽ ആ കുഞ്ഞിന്റെ നാവില് പരിശുദ്ധ കുർബാന നമ്മൾ വയ്ക്കുകയാണ്. അതാണ് കർത്താവ്
വിളമ്പിത്തരുന്ന പ്രാർത്ഥന